ഇത് ചെയ്ത് ഒരു 30 സെക്കൻഡ് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ നടയിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് ധാരാളം പണവരവുണ്ടാകും. പണതടസ്സം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. പണം ധാരാളം ഉണ്ടാകുന്നതായിരിക്കും. ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം ദാരിദ്ര്യം പൂർണ്ണമായിട്ടും മാറി, അതേപോലെ തന്നെ കാര്യതടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി, നിങ്ങളുടെ വീട്ടിൽ ധാരാളം പണവരവ് ഉണ്ടാകും. പ്രത്യേകിച്ച് പണതടസ്സം പൂർണ്ണമായിട്ടും മാറി പണവരവ്, അതായത് ധാരാളം പണം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ചെറിയൊരു ക്രിയ. ഓക്കെ, അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ പലവിധമായിട്ടുള്ള തടസ്സങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പ്രധാനമായിട്ടും പണതടസ്സം. ഈ പണതടസ്സമാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത്. അവന്റെ ചിന്തകളെ, മനസ്സിനെയൊക്കെ ഉടച്ച് കളയുന്നത് പണതടസ്സമാണ്. അപ്പോൾ അതേപോലെ തന്നെ കൂടെ നിൽക്കുന്നവർ, വേണ്ടപ്പെട്ടവരാണ് ഇവർ എന്ന് കരുതി കൂടെ നിർത്തിയിട്ട് അവസാനം കുതികാല് വെട്ടി കടന്നു പോകുന്നു. അതേപോലെ തന്നെ നല്ല സ്നേഹിച്ച് കൂടെ നിർത്തിയിട്ട് ഒരു കാരണമില്ലാതെ ബ്രേക്കപ്പ് ആയി പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള തടസ്സങ്ങളും മനുഷ്യന്റെ മനസ്സിനെ ഉടച്ചു കളയുന്നു. അതേപോലെ തന്നെ ചിന്തകളെ ഉടച്ചു കളയും. അപ്പോൾ പ്രധാനമായിട്ടൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഞാനൊരു കർമ്മം ഈ ഒരു വീഡിയോക്കകത്ത് കാണിച്ചു തരും. ഇത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞത് വൈകുന്നേരം 6:15-നും 7:30-ക്കും ഇടയ്ക്ക് ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നാളദോഷം, ശത്രുദോഷം, ദൃഷ്ടിദോഷം, ആ വ്യക്തി താമസിക്കുന്ന സ്ഥലത്തുള്ള നെഗറ്റീവ് എനർജിയുടെ ആധിക്യം, വാസ്തുദോഷം. ഓക്കെ, അങ്ങനെ ഇത്രയും ദോഷങ്ങളിൽ ഏതെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കാര്യതടസ്സം ഉണ്ടാകും, വീട്ടിൽ സമാധാനക്കുറവുണ്ടാകും, വഴക്ക് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ആരെ സ്നേഹിച്ചാലും, എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലും ആ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്നത് കാണാൻ കഴിയില്ല. അവർ ഉപേക്ഷിക്കും. അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു പോവുക. അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുക. സാമ്പത്തിക ബുദ്ധിമുട്ട് ദൈനംദിന ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുക. എവിടെ പോയാലും തടസ്സം, ഏത് കാര്യത്തിന് പോയാലും തടസ്സം, ഒരു രക്ഷയുമില്ല. നിങ്ങൾ വിഷമിക്കേണ്ട. ഒന്നുകിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാൻ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് കുറെ ആൾക്കാര് പറഞ്ഞത്, ബ്രോ, കാരണം ഒത്തിരി പേർക്ക് ഫലം കിട്ടുന്നുണ്ട്. ആ കമന്റ്സ് ഒക്കെ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ കുറച്ച് പേർക്ക് ഫലം കിട്ടുന്നില്ല. അവർ പറയാണ്, ബ്രോ ഞാൻ ചെയ്തു നോക്കി, എനിക്ക് ഫലിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടാവും. നിങ്ങളിൽ എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്തൊരു കാര്യം ചെയ്ത് ഒരു കാര്യം സാധിപ്പിക്കാൻ നോക്കിയാലും അതിൽ തടസ്സം വരും. എന്നാലും നിങ്ങൾ മനസ്സ് മടിക്കാതെ ചെയ്യുക. ഒന്നെങ്കിൽ പ്രധാനമായി ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ദോഷഫലങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റിക്കളയുക. അതിനുള്ള സാമ്പത്തിക സോഴ്സ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു മെഡിറ്റേഷൻ വീഡിയോ ആണ്. നിങ്ങളിൽ, അതായത് ഈ ദോഷഫലങ്ങൾ വരുമ്പോഴാണ് നമ്മളിൽ എന്ത് സംഭവിക്കുന്നത്, നെഗറ്റീവ് എനർജി കൂടുന്നത്. ഓക്കെ, അപ്പോഴാ നെഗറ്റീവ് എനർജീനെ കുറയ്ക്കുന്നതായിട്ടുള്ളൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ്. ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങളിൽ വരും. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാനുള്ള മനസ്സൊന്നും കാണത്തില്ല, എന്നാലും നിങ്ങൾ ചെയ്യുക. അതായത് ഈ ദോഷങ്ങളുള്ള വ്യക്തികൾക്ക് മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള മനസ്സൊന്നും വരില്ല, ചിന്തകളൊക്കെ വേറെ പോകും. കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുക, നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞു തരാൻ പോകുന്ന ആ ഒരു കർമ്മം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചാരം മിച്ചം കിട്ടും.
അത് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ട് ഇടല് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയുക. ഒരു പേപ്പർ പൊതിഞ്ഞ് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയുന്നത് ഓർത്ത് വെച്ചു. അപ്പോൾ നിങ്ങൾ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ചില വ്യക്തികൾക്ക് ആ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ലായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ, അതായത് ആ മെഡിറ്റേഷൻ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അത് അതേപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക, രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ വീഡിയോ പോയി എടുത്ത് നോക്കുക, മെഡിറ്റേഷൻ മുടങ്ങാതെ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ പ്രാർത്ഥിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി പകർന്നു നൽകും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത്, ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ട ദിവസം എന്ന് പറഞ്ഞത്, ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞു തരുവാൻ പോകുന്ന ആ ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ട ദിവസം എന്ന് പറഞ്ഞത്, ഒന്നുകിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ച ദിവസം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ശനിയാഴ്ച ദിവസം ചെയ്യുക. നിങ്ങൾ ഈ ചെയ്യുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു കർത്തവാവ് ആണെങ്കിൽ ആ ദിവസം ഈ കർമ്മം ചെയ്യുവാൻ യോഗ്യമുള്ള ദിവസമല്ല. അതുകൊണ്ട് കർത്തവാവ് ദിവസം കഴിഞ്ഞ് ഏത് ദിവസം വേണോ ചെയ്യാം, വെളുത്തവാവ് ദിവസമൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് ആ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ പതിയെ 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 മാറിക്കിട്ടും. കാരണം നിങ്ങളിൽ പോസിറ്റീവ് എനർജി വരുന്ന അനുസരിച്ച് നെഗറ്റീവ് എനർജി കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു സംശയം ഉണ്ടാകാം, ഇത് വല്ല കൂടോത്രോ മന്ത്രവാദം ഉണ്ടെങ്കിലാണോ? അതൊന്നുമല്ല. ഇതൊരു താന്ത്രിക കർമ്മമാണ്. ഇത് ഏത് ജാതിക്കാർക്കോ ഏത് മതക്കാർക്കോ ആർക്ക് വേണോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന് പ്രത്യേകിച്ച് മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ വേദമന്ത്രങ്ങളുള്ള ഒരു വീഡിയോസും ഇതുവരെയ്ക്ക് ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള മന്ത്രങ്ങളുള്ള വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാറില്ല, ഞാൻ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ജാതിമത ഭേദമന്യേ ആർക്ക് വേണോ ഈ കർമ്മം ചെയ്യാവുന്നത്. അപ്പോൾ ഈ ഒരു കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ കർമ്മം ചെയ്യുവാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് ഞാൻ പ്രാക്ടിക്കലാണ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ ഒരു കർമ്മം ചെയ്യേണ്ട വ്യക്തി, അതായത് ചെയ്യുന്ന വ്യക്തി കുളിച്ച് വൃത്തിയുള്ള വ്യക്തിയായിരിക്കണം. സ്ത്രീകളാണെങ്കിൽ ആട്ട ദിവസം, അതായത് ആ ഒരു പീരീഡ്സ് ഉള്ളതിന്റെ ഇത് ചെയ്യാതിരിക്കുക. ഓക്കെ, ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഓക്കെ, അപ്പോഴിനി ആ ഒരു കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടല്ലോ, ഇതേപോലത്തെ ഒരു ഓട്ടുവിളക്ക് കഴിയുമെങ്കിൽ വാങ്ങുക. അഥവാ ഇനി ഓട്ടുവിളക്ക് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രമായാലും മതി. അതായത് സ്റ്റീലിന്റെ ചെറിയ പാത്രമായാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും ഓട്ടുവിളക്കാണ് നല്ലത്. നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു ഓട്ടുവിളക്ക് നിങ്ങൾ മേടിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലത്തെ ഒരു ഓട്ടുവിളക്ക് എടുക്കുക. അതിലേക്ക് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ട ആ ഒരു ദിശയ്ക്ക് വളരെ പ്രാധാന്യമാണ്. ഞാൻ നേരത്തെ സമയവും ഇനി ഈ കർമ്മം ചെയ്ത ശേഷം എന്താണ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യാൻ ഇരിക്കേണ്ട ദിശ എന്ന് പറഞ്ഞത് കിഴക്ക് ദിശ നോക്കിയിരിക്കുക. നിങ്ങളുടെ വീടിന്റെ ഹാളിൽ ഇരുന്ന് വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ. അപ്പോൾ നിങ്ങളുടെ വീടിന്റെ ഹാളിൽ ഇരുന്ന് കിഴക്ക് ദിശ, അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ദിശ കേന്ദ്രീകരിച്ച് നിങ്ങൾ ഇരുന്ന് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഓട്ടുവിളക്ക് എടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ മുകളിലേക്ക്, അതായത് അതിന്റെ ഉള്ളിലേക്ക് ഒരു കർപ്പൂരം വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പച്ച കർപ്പൂരമല്ല നിങ്ങൾ എടുക്കേണ്ടത്. നമ്മൾ സാധാരണ ഈ പൂജ ചെയ്യുന്നില്ലേ, പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കർപ്പൂരമാണ്. അപ്പോൾ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരം വേണം ഇതിനായി നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ കർപ്പൂരം എടുത്തതിന്റെ മുകളിൽ വെക്കുക. അതിനുശേഷം ഒരു വൃത്തിയുള്ള ഒരു ഗ്രാമ്പ് എടുത്ത് നിങ്ങൾ ഈ കർപ്പൂരത്തിന്റെ മുകളിലായിട്ട് വെക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർക്കുക, എൻ്റെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും ഇപ്പോൾ മാറാൻ പോകുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ തടസ്സങ്ങൾ
മാറാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് കത്തിക്കുക. ഓക്കെ, കൊളുത്തിപ്പൊട്ടി കൊണ്ട് ഒന്ന് കത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെ കൊണ്ടുപോയി വീടിന്റെ മുൻഭാഗത്ത് വെക്കുക. ഈ കർമ്മം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ മേൽപ്പറഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാവുന്നതാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ.